excitement from the look on their faces. The truth is you can find us wherever you are. Just look up, we're flying high with the stars, cause tonight is the night. റോയൽ റംബിൾ 2021 നടക്കാൻ സാധ്യതയുള്ള മാച്ചുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൂടാതെ 2021 റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യാൻ സാധ്യതയുള്ള വുമൻസ് റെസ്ലർ ആരാണെന്നും മെൻസ് റെസ്ലർ ആരാണെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വരുന്ന പ്രിഡിക്ഷൻ മാത്രമാണ്, അതായത് കൺഫേം മാച്ച് കാർഡ് അല്ല. റോയൽ റംബിൾ മാച്ചിൽ ഇതൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് റെസ്ലിംഗ് ഒബ്സർവ് എന്ന വെബ്സൈറ്റ് എല്ലാം പറയുന്നതാണ് ഇക്കാര്യങ്ങൾ. അപ്പോൾ ഇത് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള മാച്ചാണ്, അങ്ങനെ മാത്രം കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുൻപ് ഏവർക്കും എന്റെയും നമ്മുടെ ചാനലിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ. ഇതിൽ ഫസ്റ്റ് വരാൻ സാധ്യതയുള്ള മാച്ച് സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഈ മാച്ച് നടക്കാൻ പോകുന്നത് സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായ സാഷ ബാങ്ക്സ് വേഴ്സസ് കാർമല്ല. ഇവർക്ക് തമ്മിലാണ് TLCയിൽ നടന്ന മാച്ചിന്റെ റീമാച്ച് റോയൽ റംബിളിൽ നടക്കാൻ പോകുന്നത്. അഥവാ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ സാഷ ബാങ്ക്സ് തന്നെയാണ് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതൽ. രണ്ടാമതായി വരുന്ന മാച്ച് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. റോ വുമൻസ് ചാമ്പ്യനായ ആസ്ക വേഴ്സസ് ഷെയ്ന ബേസ്ലർ വേഴ്സസ് നയ ജാക്സ്. ഇവർക്കാണ് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ചായി റോയൽ റംബിളിൽ നടക്കാൻ സാധ്യതയുള്ളത്. ഇവരുടെ മാച്ച് നടക്കുകയാണെങ്കിലും തീർച്ചയായും ആസ്ക തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക. കാരണം ആസ്ക വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ ഇവർക്കാണ് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ് WWE പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു മാച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. മാറ്റ് റൈഡൽ വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യനായ ബോബി ലാഷ്ലി. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ സാധ്യതയുള്ളത്. കാരണം ജെഫേർഡി മാറ്റ് റൈഡൽ ഇവരെ വെച്ച് ബോബി ലാഷ്ലിയുടെ കൂടെയെല്ലാം ഫ്യൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റോയൽ റംബിളിൽ ഇവർക്ക് മാച്ച് നടക്കുമെന്നാണ് ഇപ്പോൾ വെബ്സൈറ്റിലെല്ലാം പ്രഡിക്ഷൻ വരുന്നത്. അഥവാ ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കുകയാണെങ്കിൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ബോബി ലാഷ്ലി തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത്. കാരണം ബോബി ലാഷ്ലിക്കും ജെഫേർഡിക്കും ഒരു US ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലെങ്കിൽ ഒരു 1-on-1 മാച്ച് മറ്റൊരു സ്പെഷ്യൽസിൽ വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ചിലപ്പോൾ വില്ലോ ജെഫേർഡി ആയിരിക്കാം. അതിനുശേഷം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസ് വേഴ്സസ് ഡാനിയൽ ബ്രയൻ ഇവർക്കാണ് നടക്കാൻ സാധ്യതയുള്ളത്. കാരണം ഇവർക്ക് തമ്മിൽ മുൻപേ മാച്ച് നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ മാച്ച് 2021 റോയൽ റംബിളിൽ വെക്കാമെന്ന് പറഞ്ഞ റോമൻ റെയിൻസിന്റെ പ്ലാൻ മറ്റു പല മാച്ചുകളിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് റോയൽ റംബിളിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അഥവാ ഇവർക്ക് തമ്മിൽ മാച്ച് നടന്നാലും ഈ മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റെയിൻസ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവും. അപ്പോൾ ഇവർക്ക് തമ്മിൽ മാച്ച് നടന്നാൽ അത് വേറെ ലെവൽ മാച്ച് ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിനുശേഷം WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിൻടയർ വേഴ്സസ് ഡ്രൂ മാക്കിൻടയറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷെയ്മസിനാണ് ഈ മാച്ച് റോയൽ റംബിളിൽ നടക്കുമെന്ന് പറയുന്നത്. കാരണം ചില എപ്പിസോഡിലെല്ലാം ഇവർക്ക് തമ്മിൽ പ്രശ്നം വരുന്നത് പോലെയും പിന്നീട് ഒന്നിക്കുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് തമ്മിൽ റോയൽ റംബിളിൽ മാച്ച് വരാനാണ് ചാൻസ് കൂടുതൽ. ഷെയ്മസിന്റെ ഫ്യൂഡ് റസൽമേനിയ വരെ കൊണ്ടുപോകില്ല എന്നാണ് വെബ്സൈറ്റിലെല്ലാം പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഫ്യൂഡ് ചെയ്താലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി അതിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും. കാരണം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. അപ്പോൾ ഈ മാച്ച് നടക്കുകയാണെങ്കിലും സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ ചാൻസ് കൂടുതൽ ഡ്രൂ മാക്കിൻടയറിന് തന്നെയാണ് എന്ന് ഇവർ പറയുന്നു. മെയിൻ മാച്ചുകളെ കുറിച്ച് മാത്രമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ റോയൽ റംബിൾ മാച്ച് വുമൻസ് ആര് വിൻ ചെയ്യും മെൻസ് ആര് വിൻ ചെയ്യും എന്നുള്ള പ്രഡിക്ഷൻസും ഇവർ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. ഇതിൽ ഫസ്റ്റ് വുമൻസിന്റെ പറ്റി നോക്കാം. 2021 നടക്കാൻ പോകുന്ന റോയൽ റംബിൾ മാച്ച് സ്മാക്ഡൗൺ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ബിയാക്ക ബെല്ലർ വിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ വളരെയധികം പ്രഡിക്ഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു റെസ്ലർ വരുന്ന സമയത്ത് കമന്ററി സെക്ഷനിൽ പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവർക്ക് വരും കാലത്തിൽ നല്ല പ്ലാനുണ്ട്, ഇവരാണ് ഫ്യൂച്ചർ എന്നൊക്കെ. അതെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു റെസ്ലർക്ക് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യാനുള്ള ഒരവസരം WWE കൊടുക്കാൻ പോകുന്നത്. അഥവാ വിൻ ചെയ്താൽ സാഷ ബാങ്ക്സിന്റെ കൂടെ നല്ലൊരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിമൻസിൽ നല്ല ഹൈപ്പ് കിട്ടി നിൽക്കുന്ന ഒരേ ഒരു റെസ്ലർ ഈ ഒരു റെസ്ലറാണ്. അതുകൊണ്ട് വിമൻസ് മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് കൂടുതൽ ഈ ഒരു റെസ്ലർക്കാണ്. അതിനുശേഷം മെൻസിന്റെ റോയൽ റംബിൾ മാച്ച് നോക്കുകയാണെങ്കിൽ ഈ 2021 വിൻ ചെയ്യാൻ ചാൻസ് കൂടുതലായിട്ട് ഇവർ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളത് റോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന കീത്ത് ലീ എന്ന റെസ്ലറെയാണ്. അതായത് ഈ മാച്ചിന്റെ അവസാനത്തിൽ കീത്ത് ലീ വിൻ ചെയ്ത് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റസൽമേനിയയിലേക്ക് പോകാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനുവേണ്ടിയുള്ള പ്ലാനാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ആ സമയത്ത് ഡ്രൂ മാക്കിൻടയർ ചാമ്പ്യൻ ആണെങ്കിൽ കീത്ത് ലീ ഒരു ഹീൽ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും ഹീലായിട്ടുള്ള കീത്ത് ലീ വേഴ്സസ് ഫേസ് ആയിട്ടുള്ള ഡ്രൂ മാക്കിൻടയറിനാണ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് സാധ്യതയുള്ളത് എന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ ആ മാച്ചിൽ ബ്രോക്കും ആഡ് ആവാം. പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ളത് കീത്ത് ലീയാണ് ഈ മാച്ച് വിൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പിന് പോവുക എന്നാണ്.
അതുകൂടാതെ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യാൻ സാധ്യതയുള്ള റെസ്ലേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ റോ ബ്രാൻഡിൽ AJ സ്റ്റൈൽസിന് വളരെയധികം സാധ്യതയുണ്ട്. അതേസമയം സ്മാക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ഡാനിയൽ ബ്രയനും ചാൻസ് കൂടുതലാണ്. പക്ഷേ ഡാനിയൽ ബ്രയന് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടെങ്കിൽ ഈ റോയൽ റംബിൾ മാച്ചിൽ വരാൻ സാധ്യതയില്ല. പക്ഷേ വരാണെങ്കിൽ ഡാനിയൽ ബ്രയനും ഒരു ചാൻസ് ഉണ്ട്. അതേസമയം റോ എപ്പിസോഡ് ഞാൻ പറഞ്ഞു AJ സ്റ്റൈൽസ് കീത്ത് ലീ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇതിൽ കീത്ത് ലീയെയാണ് വെബ്സൈറ്റ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയ്മസിൻ്റെ പേരെല്ലാം വരുന്നുണ്ട്. ഷെയ്മസ് എല്ലാം മുൻപ് വിൻ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ AJ സ്റ്റൈൽസ് അല്ലെങ്കിൽ കീത്ത് ലീ വിൻ ചെയ്താൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള റോയൽ റംബിൾ മാച്ച് അല്ലെങ്കിൽ റസൽമേനിയ ഓപ്പോണൻറ്റിനെ നമ്മൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് എൻ്റെ പ്രിഡിക്ഷൻസ് അല്ല, വെബ്സൈറ്റിൽ വന്നിട്ടുള്ള പ്രിഡിക്ഷൻസ് ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏത് മാച്ചൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെല്ലാം പ്രിഡിക്ഷൻസ് ആണ്, അവസാന നിമിഷത്തിൽ ചേഞ്ച് വരുന്നതും ഞാൻ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.